പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് SUV ഈ വിറ്റാര വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പ്രദർശിപ്പിച്ച് ഏകദേശം 10 മാസങ്ങൾക്ക് ശേഷമാണ് മാരുതി ഈ വിറ്റാര ഇന്ത്യയിൽ പുറത്തിറങ്ങാൻ പോകുന്നത്. ഈ വിറ്റാരയുടെ 3 വകഭേദങ്ങളാണ് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത്. അതായത് ഡെൽറ്റ, സീറ്റ, ആൽഫ 2 പവർ ട്രെയിൻ ഓപ്ഷനുകളും പരമാവധി 500 കിലോമീറ്റർ ദൂരപരിധിയും ഈ വിറ്റാര വാഗ്ദാനം ചെയ്യുന്നു. 4.27 മീറ്റർ നീളമുള്ള വാഹനം സെഗ്മെന്റിലെ ഏറ്റവും വലുതാണ്. പുതിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, മാരുതിയുടെ ലെവൽ 2 ADAS തുടങ്ങിയ ഫീച്ചറുകളുമായാണ് ഈ വിറ്റാര അരങ്ങേറ്റം കുറിക്കുന്നത്. ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, 360 ഡിഗ്രി ക്യാമറ, ഇലക്ട്രിക് പവറിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവർ സീറ്റ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, TPMS പനോരമിക് സൺറൂഫ് എന്നിവയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 10 കളർ ഓപ്ഷനുകളിലാണ് വാഹനം വിപണിയിലെത്തുക. SUV 2 ബാറ്ററി ഓപ്ഷനുകളോടെയാണ് വരുന്നത്. 48.8 kWh, 61.6 kWh എന്നിങ്ങനെയാണ്. MG EZ EV, ടാറ്റ കർ EV, മഹീന്ദ്ര BE6, ഹുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, കിയ കാരൻസ് ക്ലാവിസ് EV, ടൊയോട്ടയുടെ പുതിയ മോഡലുകൾ, VW, സ്കോഡ, ഹോണ്ട, റെനോ, നിസാൻ, അലയൻസ് എന്നിവയുമാണ് ഈ വിറ്റാര മത്സരിക്കുക. ഈ വിറ്റാരയുടെ വിജയത്തെ അടിസ്ഥാനമാക്കി ഫ്രോങ്സ്, ജിംനി, ബെലെനോ, എർട്ടിഗ എന്നിവയുടെ ഇലക്ട്രിക് പതിപ്പുകൾ ഇറക്കാനും മാരുതി സുസുക്കി പദ്ധതിയുണ്ട്. എന്നിരുന്നാലും പെട്രോൾ, CNG, CBG, ഹൈബ്രിഡ്, EV എന്നിവ ഉൾപ്പെടുന്ന ഒരു മൾട്ടി പവർ ട്രെയിൻ സമീപനം സ്വീകരിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഈ വിറ്റാരയുടെ ഡെലിവറി അടുത്ത വർഷമാണ് ആരംഭിക്കുക. നിലവിൽ ഇതിൻ്റെ ഉൽപ്പാദനം മാരുതിയുടെ ഗുജറാത്ത് പ്ലാന്റിൽ ആരംഭിച്ചിട്ടുമുണ്ട്.